രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് ഈ വീട്ടിലെ. ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. എന്തൊരു കാലുവേദന അത്. ഈ വയ്യാത്ത കാലും വെച്ചിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോ? അതെങ്ങനെയാ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ എന്നിങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ പത്രം വായിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മുമ്പിലൂടെ 4-5 പ്രാവശ്യം ഈ വയ്യാത്ത കാലും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് കരുതി നിങ്ങൾക്ക് കാലിന് മുട്ടുവേദന ഉണ്ടെന്നും നിങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും ഒരുപക്ഷെ ഭർത്താവ് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഒരുപക്ഷെ അവർ ഇങ്ങനെയായിരിക്കും കരുതുന്നത്, നിങ്ങൾക്ക് ഇവിടെ പണി ചെയ്യാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വെറുവെറുക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ ഇത്ര നേരമായിട്ടും പണി കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വരുന്നത് എന്നൊക്കെയായിരിക്കും. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഭാവമാറ്റവും ഇല്ല, തിരിച്ച് യാതൊരു ചോദ്യവും ഇല്ലെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, ദേഷ്യം വരും. ഞാൻ ഈ വീട്ടിൽ എല്ലാവരുടെ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് അല്ലെ, പക്ഷെ എന്റെ കാര്യം വരുമ്പോൾ മാത്രം ആരും ഒന്നും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. ഞാനിവിടെ പണിയെടുക്കാൻ മാത്രമുള്ള ഒരു സാധനമാണ്, എന്നോട് ആർക്കും സ്നേഹമില്ല, ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ പോവും. അപ്പോൾ എപ്പോഴും നേരിട്ട് അവരോട് കാര്യങ്ങൾ പറയാം. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്ന് നേരിട്ട് ചോദിക്കുക അല്ലെ. അതാണ് എപ്പോഴും നല്ലത്. കാര്യങ്ങളെ സിമ്പിളായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും നമ്മൾ അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ചിലർ പറയും എനിക്ക് തലവേദനയാണ്, ഹോ എന്തൊരു തലവേദന, അല്ലെങ്കിൽ എനിക്ക് വയ്യ വയ്യ വയ്യ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് എനിക്ക് തലവേദനയുണ്ട്, എനിക്കിന്ന് വൈകിട്ട് വരുമ്പോൾ ഒരു ഗുളിക മേടിച്ചിട്ട് വരുമോ, അല്ലെങ്കിൽ എനിക്കിന്ന് തീരെ വയ്യ, എൻ്റെ കൂടെ നിങ്ങളിന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. അവര് എപ്പോഴേ റെഡി ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വേണോ, കണ്ടാൽ അറിയില്ലേ, അല്ലെങ്കിൽ എത്ര കാലമായി ഒരുമിച്ച് താമസിക്കുന്നു. പക്ഷെ ഇതൊക്കെ അവരോട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പോൾ അവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും. അവരങ്ങനെയാണ്, അവള് വളരെയധികം സിമ്പിളായിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടും ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ്. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ ഒരുപാട് കാലം നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ എന്ന് കരുതി നിങ്ങളെ കാര്യങ്ങളെ ഒരിക്കലും വളച്ചൊടിച്ച് പറയാതിരിക്കുക. എപ്പോഴും വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.